പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്. എന്നോടും നിങ്ങളോടുമുള്ള കർത്താവിൻ്റെ വലിയ സ്നേഹം. ഈ ശുശ്രൂഷയുടെ ആരംഭ സമയം നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി, നമ്മളായിരിക്കുന്നിടങ്ങളിൽ ഒരു ദൈവകൃപ കൊണ്ട് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നവരൊക്കെ ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ ഈ ശരീരത്തെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. തങ്ങളുടെ രോഗപീഠകളെ ഒരു സ്തുതിപ്പാക്കി മാറ്റി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മനസ്സിലെല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവേ, എൻ്റെ മനസ്സിലെല്ലാം മുറിവുകൾ ഈശോയെ ശുശ്രൂഷ സമയത്ത് സൗഖ്യപ്പെടുത്തണമേ. ആത്മീയ തകർച്ചകളുടെ മേൽ കർത്താവ് ഇടപെടണമേ. ഓ കർത്താവ്, എൻ്റെ വീടിനെ, എൻ്റെ ബന്ധങ്ങളെ, എൻ്റെ ജോലിയെ, എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കൈയടിച്ചേ, സന്തോഷത്തോടെ ചേർന്ന് പാടാം. പാവനാത്മനേ, ആത്മാവേ, സ്നേഹരൂപനേ, കനിവോടെ അണയേണമേ, ഉള്ളിൽ വരദാനമരുളേണമേ. ചേർന്നൊന്ന് പാടിക്കേ. ആമേൻ. ലോകപാതയിൽ വരമാരി ചൊരിയണമേ, നിത്യഫലമായി നീ അണയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിക്കാം. ആശ്വാസം നൽകാം, ചൈതന്യം പകരാം, അഗ്നിനാളമായി അവിടും നിന്നിൽ നിറയണമേ. ആശ്വാസം നൽകാം, സംഭവിക്കട്ടെ. ചൈതന്യം പകരാം, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ നിറയണമേ. ആമേൻ. ആശ്വാസം നൽകാം, ഓ പരിശുദ്ധാത്മാവേ, ചൈതന്യം പകരാം, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ അങ്ങയുടെ ആശ്വാസം നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ എതിർചിന്തകളും മാറട്ടെ. അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, 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 ആമേൻ. കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്തോട്ടും നോക്കിക്കേ, എന്നിട്ട് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. നമ്മൾ ഇന്ന് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു കൃപയാണ്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27 മുതൽ വായിച്ചാൽ ഈ ഇന്നത് പഠിക്കുന്ന ഈ ആത്മീയ അഭിഷേകത്തെ വ്യക്തമാക്കാൻ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആത്മീയ അഭിഷേകത്തെക്കുറിച്ച് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ. സാധിക്കുന്നവരൊക്കെ ബൈബിൾ തുറക്കാം. നോട്ട് ബുക്കിലൊക്കെ ആ വചനം ഒന്ന് നോട്ട് ചെയ്തേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 27 ഓൺവേഴ്സ്. ആ ആദ്യത്തെ വചനം ഇങ്ങനെയാണ്. 27-ാമത്തെ വചനം ഇങ്ങനെയാണ്: എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചേ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമാന്യ ബുദ്ധി സമ്മതിക്കാത്തൊരു കാര്യമാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് എന്താ?
അത്ര എളുപ്പമല്ല ക്ഷമിക്കാനും പൊറുക്കാനും. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മുടെ ഒരു മനുഷ്യ സ്വഭാവത്തിലുണ്ട്. എന്നാൽ ഈശോ ഇന്ന് ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ഒരു ദൈവീക സ്വഭാവത്തിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, 6-ാം അധ്യായം 27 മുതൽ വായിച്ചു. അതിൻ്റെ 36-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അതായത് സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവത്തിൽ നമ്മളും വളരണമെന്ന് ഈ വചനം ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നൊരു ചിന്ത, ഈ ക്ഷമിച്ചിട്ടും പൊറുത്തിട്ടും എന്ത് കിട്ടാനാ? അല്ലേ? ക്ഷമിച്ചിട്ടും പൊറുത്തിട്ട് എന്ത് കിട്ടാനാ? ഇന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ 4 വാഗ്ദാനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാം. 4 വാഗ്ദാനങ്ങൾ. വചനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കർത്താവ് ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, അല്ലേ? പ്രോമിസസ്. ഈ പ്രോമിസസ് നൽകപ്പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ ചില കൽപ്പനകളും ഉണ്ട്. അതായത് കമാൻഡ്മെൻറ്റ് വിത്ത് പ്രോമിസസ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ലധികം വാഗ്ദാനങ്ങളുണ്ട്. എന്നാൽ ആഴത്തിൽ നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും, ഈ വാഗ്ദാനങ്ങൾ നടത്തപ്പെടണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ എന്തുണ്ട്? ഒരു കൽപ്പനയും അടങ്ങിയിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. അതായത് ഇന്ന കൽപ്പന നീ അനുസരിച്ചാൽ നിനക്കിത് കിട്ടും. ഉദാഹരണത്തിന് നമുക്കറിയാവുന്നതാണല്ലോ, ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കണം. സോ അനുസരിക്കുക, അല്ലേ? മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളൊരു കമാൻഡ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ, അതനുസരിക്കുമ്പോൾ അതിൻ്റെ വാഗ്ദാനം എന്താണ്? ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ പറ്റും എന്ന പോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ക്ഷമയുടെ 4 വാഗ്ദാനങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ വാഗ്ദാനം നമ്മൾ പഠിക്കുന്നത് അത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനമാണ്. സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 25. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, കണ്ടോ, നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണല്ലോ. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതാണ് നിനക്കുള്ള ഉത്തരം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? നീ ക്ഷമിക്കാൻ, പൊറുക്കാൻ തയ്യാറാവണം. വചനം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇതിലുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പക്ഷേ കമാൻഡ്മെൻ്റ് എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്ഷമിക്കണം, പൊറുക്കണം. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്തോരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലേ? നൊവേനകൾ ചെല്ലുന്നു, നിയോഗ പ്രാർത്ഥനകൾ പങ്കെടുക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു, പലതരത്തിലുള്ള ത്യാഗപ്രവൃത്തി. ഒരൊറ്റ ചോദ്യം: ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടെങ്കിൽ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് പറയാണ്, നീ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവണം. ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായാൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രണ്ടാമത്തെ വാഗ്ദാനം അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനമാണ്. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 6-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായ ദൈവവചനമാണ്. വചനം ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. കേട്ടോ? അതായത് നിന്റെ പാപം ക്ഷമിക്കപ്പെടണോ? നിന്റെ പാപം, എൻ്റെ പാപം ക്ഷമിക്കപ്പെടണ്ടേ?
അതിനെന്താ വേണ്ടത്? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ പാപങ്ങൾ സ്വർഗീയ പിതാവ് ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഒരു ശുശ്രൂഷ അവസരത്തിൽ പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ്. അതൊരു കഥയാണ്. ഒരു മനുഷ്യൻ സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ ഇതാ പരാതിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 200 പേജ് നോട്ട് ബുക്കിൽ നിറയെ തന്നെ ദ്രോഹിച്ചവരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്വർഗീയ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ദേ നോക്കിക്കേ, 200 പേജ് നോട്ട് ബുക്ക് മുഴുവൻ എന്നെ വേദനിപ്പിച്ചവരുടെ പേരുകളാണ്. ഇവരൊക്കെ എന്നെ കഷ്ടപ്പെടുത്തുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു, എന്നെ അവഗണിക്കുന്നു, എന്നെ പരിഗണിക്കുന്നില്ല. സങ്കടങ്ങൾ മുഴുവൻ അവരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുക. സ്വർഗീയ പിതാവെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉടനെ തന്നെ സ്വർഗീയ പിതാവ് പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാം. അകത്ത് പോയിട്ട് 1000 പേജുള്ള ഒരു ബുക്ക് ചുമന്നുകൊണ്ട് സ്വർഗീയ പിതാവ് ഇവൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ദേ ഇതിൽ മുഴുവൻ നീ എനിക്കെതിരെ ചെയ്തതാണ്. ഇതിൽ മുഴുവൻ നീ എനിക്കെതിരെ ചെയ്തത് മുഴുവൻ എഴുതി വച്ചിരിക്കുകയാണ്. 1000 പേജ് നോട്ട് ബുക്ക്. അവൻ്റെ കയ്യിരിക്കുന്ന 200 പേജ് നോട്ട് ബുക്ക്. ഇവനോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന 200 പേജ് നോട്ട് ബുക്ക് കത്തിച്ചാൽ ഞാൻ ഈ 1000 പേജ് നോട്ട് ബുക്ക് കത്തിക്കാം. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കഥ. പക്ഷേ ഇത് ശ്രദ്ധിച്ചേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 200 പേജിൻ്റെ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മൾ ക്ഷമിക്കാനൊരു തീരുമാനമെടുത്താൽ സ്വർഗീയ പിതാവ് നമ്മുടെ വലിയ കടങ്ങൾ ഇളച്ചു തരും, നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ രണ്ടാമത്തെ വാഗ്ദാനം എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ സ്വർഗീയ പിതാവ് നമ്മളോടും ക്ഷമിക്കും. മൂന്നാമത്തെ വാഗ്ദാനം മത്തായിയുടെ തന്നെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 23 and 24. നമുക്ക് വളരെ പരിചിതമായ വചനാണ്. വചനം പഠിപ്പിക്കുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താ വചനം പഠിപ്പിക്കുന്നത്? നിന്റെ ബലിയർപ്പണം യഥാർത്ഥത്തിൽ അത് സംഭവിക്കപ്പെടണമെങ്കിൽ, നിന്റെ ബലി അത് പൂർത്തിയാക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാണ്, പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്, പല പല ആത്മീയ പ്രവർത്തികൾ പങ്കുചേരുന്നവരാണ്. നമ്മുടെ ബലിയർപ്പണം അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കേട്ടോ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അനേകരുടെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി നൽകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില തകർച്ചകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുന്നു. ഇന്ന കാര്യങ്ങളിൽ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഈ ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നത്. നാലാമത്തെ വാഗ്ദാനം ഇതാ, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 16-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 16, 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. കണ്ടോ? അതായത് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവണം. സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി യാക്കോബ് ശ്ലീഹ പറയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അതായത് ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിനെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളാൽ നിങ്ങൾ അസ്വസ്ഥരാണോ? ഇതാ, ഒരുപക്ഷെ ക്ഷമിക്കാത്തത് കൊണ്ടായിരിക്കുമോ? ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ധ്യാനത്തിന് വരുമ്പോൾ, പ്രത്യേകിച്ച് കുംഭസാര ദിവസം കാണുന്ന അത്ഭുതകരമായൊരു കൃപ എന്നാണെന്നറിയാവോ? ക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുക്കുന്ന സമയം തന്നെ കാണപ്പെടുന്ന അത്ഭുത രോഗശാന്തികൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കുകയാണ്. പലതരത്തിലുള്ള രോഗപീഠകൾ, ദീർഘനാളുകളായിട്ടുള്ള രോഗപീഠകൾ ക്ഷമിക്കാനായി തീരുമാനമെടുക്കുമ്പോൾ തന്നെ അത് ആ വ്യക്തിയിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ധ്യാന അവസരത്തിൽ ഒരു കുടുംബനാഥൻ, അദ്ദേഹം സ്വന്തം തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്, നാളുകളായി. കാരണം സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് വലിയ വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു. സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും ഈ മനുഷ്യൻ ആ വീട്ടിൽ പോയില്ല. അത്രയും അരിശവും ദേഷ്യവും, ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഇയാൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ വന്ന ദിവസം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല, വലിയ ഞെരുക്കം. എന്നാൽ അമ്മയോടും കുടുംബാംഗങ്ങളോടുമൊക്കെ ക്ഷമിക്കാൻ തീരുമാനിച്ച ആ ദിവസം അദ്ദേഹത്തിൽ സംഭവിച്ചത് വലിയ സ്വസ്ഥത. ദീർഘനാളായി ഇയാൾക്ക് ഈ ശ്വാസതടസ്സം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ശ്വാസതടസ്സം, വലിയ ഭാരത്തിലായിരുന്നു. എന്നാൽ കർത്താവ് ആ മേഖലകളിലൊക്കെ സ്പർശനം കൊടുത്ത് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? ക്ഷമിക്കാനും പൊറുക്കാനും രമ്യതയിലോട്ട് കടന്നു വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ സൗഖ്യം കൊടുത്തു. 4 വാഗ്ദാനങ്ങളാണ് കേട്ടത്. ഒന്നാമത്തെ വാഗ്ദാനം നമ്മൾ കേട്ടല്ലോ, മർക്കോസിൻ്റെ സുവിശേഷം 11:25, ക്ഷമിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. രണ്ടാമത്തെ വാഗ്ദാനം മത്തായിയുടെ സുവിശേഷം 6:14, ക്ഷമിച്ചാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. മൂന്നാമത്തെ വാഗ്ദാനം മത്തായിയുടെ തന്നെ സുവിശേഷം 5-ാം അധ്യായം 23-24, ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബലിയർപ്പണം, സമർപ്പണം യോഗ്യതയിലായി തീരും. നാലാമത്തെ വാഗ്ദാനം നമ്മൾ ക്ഷമിച്ചാൽ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, നമ്മൾ ക്ഷമിച്ചാൽ നമ്മൾ രോഗസൗഖ്യം പ്രാപിക്കും. ദേ, തുടർന്നുള്ള ആരാധന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ കൃപകളെല്ലാം അനുഭവിക്കാൻ പോകുന്ന ശുശ്രൂഷ സമയം, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തീരുമാനം സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഈ ആരാധന സമയത്ത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. എൻ രക്ഷകനേ, എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. എന്റെ രക്ഷകനേ, എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ചേർന്ന് പാടാം. ആരാധന, ആരാധന, ആരാധന ഈശോയേ. കരങ്ങൾ കൂപ്പി ആരാധന, ഈശോയെ വണങ്ങി. ആരാധന, ആരാധന ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ, പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോ നിന്നെയും നിൻ്റെ ബന്ധങ്ങളെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന സമയമാണ്.
നീ ആരു തന്നെയാണെങ്കിലും ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള ശക്തി നിന്നെ ചേർത്ത് പിടിക്കുന്നു. നിന്നിലേക്കൊരു അഭിഷേകം ചൊരിയപ്പെടുന്ന സമയം ആയതിനാൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്ന് യേശു നിന്നെ പഠിപ്പിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവണം. ക്ഷമിക്കുമ്പോൾ ലഭിക്കുന്ന 4 വാഗ്ദാനങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കണം, ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് അത്ഭുതകരമായ ദൈവീക ശക്തി വെളിപ്പെടട്ടെ. 2 കരങ്ങളിങ്ങനെ നീട്ടിപ്പിടിച്ചോണം. യേശുവിനോട് പറയണം, ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്നു, എന്നെ മുറിവേൽപ്പിക്കുന്നു, ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില അനുഭവങ്ങൾ നീ വല്ലാണ്ട് കുരുങ്ങിക്കിടക്കുന്നില്ലേ? ഓർക്കും തോറും നിനക്ക് അസ്വസ്ഥത വരുന്നില്ലേ? വിചാരിക്കാത്ത തരത്തിലുണ്ടായ ചില അനുഭവങ്ങൾ, അവരൊക്കെ ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ല. അവഗണനയുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയതിൻ്റെ, നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മ, അത് വല്ലാത്തൊരു വിഷമമാണ്. എന്നാൽ ഈ സമയം ഈശോട് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഈശോട് പറ, ഈശോയെ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. എനിക്ക് നിന്റെ കൃപ വേണം കർത്താവേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഓ കർത്താവേ, എന്നെ പഠിപ്പിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ കർത്താവേ. പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കാനും സ്നേഹിക്കാൻ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിന്റെ വീടിനെ സമർപ്പിക്കണം. നിന്റെ വീട്ടിലെ നിന്റെ പ്രിയപ്പെട്ടവരോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വണ്ണമുള്ള അനുഭവങ്ങളുണ്ടോ? ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ, ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ, കുടുംബത്തിലെ ബന്ധ തകർച്ചകൾ, ചില കാര്യങ്ങളെ കുറിച്ച് കുഞ്ഞു സൗന്ദര്യപ്പിണക്കം തുടങ്ങി അത് പിന്നീട് ഭാരമായിട്ട് മാറിയിട്ടുള്ളവരുണ്ടാവും. ഈ സമയം ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയെ, ഈ വിഷയങ്ങളെല്ലാം ഞാൻ അൾത്താരിൽ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം എനിക്ക് വേണം. സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കൃപ എനിക്ക് വേണം. എല്ലാവരും ആഗ്രഹിച്ച് ഈശോട് പറഞ്ഞ് ക്ഷമിക്കാനും പൊറുക്കാനും എന്നെ പഠിപ്പിക്കണം നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പഠിക്കേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രത്യേകിച്ച് നിങ്ങൾ വളർന്ന പശ്ചാത്തലം, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലം, നിങ്ങളൊക്കെ കടന്നുപോയ ഓരോ വ്യാപാര മേഖലകൾ സമർപ്പിക്കുക. കർത്താവേ, കടന്നു വന്ന വഴികളിൽ വേദനിപ്പിച്ച അനേകരുണ്ട്, കണ്ണുനീര് കുടിപ്പിച്ച ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും പരിശുദ്ധ അൾത്താരിൽ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ഈ പരിശുദ്ധ അൾത്താരിൽ നിന്നുള്ള ശക്തി അവരിലേക്ക് ഒഴുകപ്പെടട്ടെ. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദേ, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയൊരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ,
പഠിപ്പിക്കണമേ.